മധ്യകേരളത്തിലെ ശക്തമായ മഴക്കെടുതിയിൽ 2 മരണം. കനത്ത കാറ്റിൽ നിരവധി വീടുകൾ തകർന്നു. മൂവാറ്റുപുഴയിൽ കാണാതായ വള്ളിക്കട സ്വദേശി ജോബിനായുള്ള തെരച്ചിൽ തുടരുകയാണ്. വ്യാപക നാശനഷ്ടമാണ് മധ്യകേരളത്തിൽ ഉണ്ടായത്. ആലപ്പുഴയിൽ കാറ്റിൽ കടയുടെ മേൽക്കൂര വീണ് 18കാരി മരിച്ചു. പള്ളാത്തുരുത്തി സ്വദേശി നിത്യയാണ് മരിച്ചത്. തോട്ടിലെ വെള്ളത്തിൽ വീണാണ് തൃശൂർ മുല്ലശ്ശേരി സ്വദേശി ബാലൻ മരിച്ചത്. ആലപ്പുഴയിലും എറണാകുളത്തും കടൽക്ഷോഭം രൂക്ഷമാണ്. ചേർത്തല ഒറ്റമശ്ശേരിയിൽ കടലാക്രമണത്തിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി കേടുപാടുകൾ സംഭവിച്ചു. ആലപ്പുഴ പൂച്ചാക്കൽ അരൂക്കുറ്റി റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കടൽക്ഷോഭത്തിൽ കൊച്ചി, മാനാശ്ശേരി, ചന്തക്കടവ്, കൈതവേലി, ചെറിയ കടവ്, കണ്ണമാലി പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. ചില വീടുകൾക്ക് ഭാഗികമായ കേടുപാടുകൾ സംഭവിച്ചു. മുനമ്പം, നായരമ്പലം മേഖലകളിലും കടലാക്രമണം രൂക്ഷമാണ്. മൂവാറ്റുപുഴയിൽ ഇന്നലെ കാണാതായ ജോബിനായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കോട്ടയത്ത് ശക്തമായ കാറ്റിൽ മരം വീണ് 6ലധികം വീടുകൾ ഭാഗികമായി തകർന്നു. ഭരണങ്ങാനത്ത് തോട് കരകവിഞ്ഞ് 3 വീടുകളിൽ വെള്ളം കയറി. ആളുകളെ സുരക്ഷിതമായി ബന്ധുവീടുകളിലേക്ക് മാറ്റി. ഈരാറ്റുപേട്ടയിലും പാലായിലും മീനച്ചിലാർ കരകവിഞ്ഞു. പല സ്ഥലങ്ങളിലും മരം വീണും പുഴ കരകവിഞ്ഞും ഗതാഗതം തടസ്സപ്പെട്ടു. മഴ കുറഞ്ഞതോടെ പലയിടത്തും വെള്ളം ഇറങ്ങിത്തുടങ്ങി. തൃശൂരിൽ മരം വീണതിനെ തുടർന്ന് സംസ്ഥാന പാതയിൽ 3 പീടികയിലും ഗുരുവായൂർ തൃശൂർ റെയിൽവേ ലൈനിലും ഗതാഗത തടസ്സമുണ്ടായി. മാളയിൽ ഉണ്ടായ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. ചാലക്കുടിയിലും ചുഴലിക്കാറ്റുണ്ടായി. ഇടുക്കി മൂന്നാറിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. 19 പേരെയാണ് ക്യാമ്പുകളിലേക്ക് മാറ്റിയത്. മഴ ശക്തമായതോടെ ഡാമുകളിൽ നിന്നും കൂടുതൽ ജലം പുറത്തേക്ക് ഒഴുക്കുന്നു. കല്ലാർകുട്ടി, പാമ്പള, മലങ്കര ഡാമുകളുടെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി. ജില്ലയിൽ ഒരു NDRF ടീം എത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ കോട്ടയം.